ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ഒരേപോലെ സ്വന്തമാക്കി സ്കൂളിനും നാടിനും അഭിമാനമായി ഇരട്ട സഹോദരിമാർ. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുമെന്ന് അച്ഛനും അമ്മയ്ക്കും സഹോദരനും നൽകിയ വാക്ക് പാലിച്ച ഇരട്ട സഹോദരിമാർ. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന വലിയത്ത വീട്ടിൽ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ മനോജ് കുമാറിന്റെയും മുള്ളൂർക്കര NSS ഹൈസ്കൂൾ അധ്യാപിക ശൈലിയുടെയും മക്കളായ രുദ്ര മനോജ്, രുമ മനോജ് എന്നിവരാണ് ഗ്രേസ് മാർക്കിന്റെ പിന്തുണയില്ലാതെ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. 1ാം ക്ലാസ് മുതൽ ട്യൂഷന്റെ സഹായമില്ലാതെയാണ് ഈ മിടുക്കികൾ പഠിച്ചതെന്നത് വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നു. ബിടെക് വിദ്യാർത്ഥിയായ സഹോദരൻ മാധവ് മനോജിന് 10ാം ക്ലാസ്സിൽ നേരിയ മാർക്കിന് ഫുൾ A+ നഷ്ടമായിരുന്നുവെങ്കിലും +1, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടി മാതൃകയായിരുന്നു. ചേട്ടന്റെ വഴിയെ തങ്ങളും ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കുകയായിരുന്നു ഈ സഹോദരിമാർ. 186 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ച മുള്ളൂർക്കര NSS സ്കൂളിൽ ഈ ഇരട്ട കുട്ടികൾ ഉൾപ്പെടെ ആകെ 6 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയത്. വിജയ വിവരമറിഞ്ഞ് സ്കൂൾ പ്രധാന അധ്യാപിക രാജേശ്വരി, ക്ലാസ് ടീച്ചർ ചിത്ര, അധ്യാപകരായ ശ്രീജ, മനോരമ, PTA ഭാരവാഹികളായ ഷാജുമോൻ, നിമിഷ എന്നിവർ ഇവരുടെ വീട്ടിലെത്തി മധുരം നൽകി അഭിനന്ദിച്ചു. +2 ശേഷം ബിരുദ പഠനത്തിന് തങ്ങൾക്ക് താൽപര്യമെന്ന് ഈ മിടുക്കുകൾ പറഞ്ഞു. രുദ്രയും രമയും ചെറുതിലേ മുതലേ പഠിത്തമില്ലാതെ പഠിക്കുമായിരുന്നു. എങ്കിലും 7ാം ക്ലാസ് മുതലാണ് നന്നായി പഠിക്കാൻ തുടങ്ങിയത്. 10ലെത്തിയപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു. അവർ തന്നെയാണ് പഠിക്കുന്നത്, ആരുടെയും ഹെൽപ്പൊന്നുമില്ല. എല്ലാ പരീക്ഷകൾക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടും ഫൈനൽ പരീക്ഷയ്ക്കൊന്നും. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു നല്ല മാർക്ക് കിട്ടും, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന്. എങ്കിലും ഫുൾ A+ കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. അവരുടെ പ്രയത്നവും ദൈവാനുഗ്രഹവും കൊണ്ടാണ് ഇത്രയും നല്ലൊരു മാർക്ക് അവർക്ക് കിട്ടിയത്. ന്യൂസ് ഡെസ്ക് CCV.